മുൻ KPCC പ്രസിഡന്റ് CV പത്മരാജൻ K മുരളീധരനെ പോലെയല്ല. പാർട്ടിയോടുള്ള കൂറ് എപ്പോഴും നിലനിർത്തും. പീതാംബരക്കുറുപ്പ്, ശ്വേതാ മേനോൻ വിവാദത്തിൽ പത്മജ വേണുഗോപാൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയ ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ പത്മരാജന് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. സരിതാ നായരും കവിതാ പിള്ളയും ശ്വേതാ മേനോനുമൊക്കെ ചേർന്ന് ആകെ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുന്ന കാലത്ത് അച്ചടക്കമില്ലാത്ത പാർട്ടിക്കാർക്കുള്ള CV പത്മരാജന്റെ ഉപദേശമാണ് ഇനി. ഒരു ദിവസം 24 മണിക്കൂർ അദ്ദേഹത്തെയും മുൾമുനയിൽ നിർത്തിയിരുന്നു. ലക്ഷ്യം എന്തായിരുന്നു? എന്തോ ഒരു ഉൾപ്പെടെ അടങ്ങി ഇരുന്നാൽ മതിയായിരുന്നു, ഒരു കാര്യമില്ല. ഓ സൈനവ, അഴകുള്ള സൈനവ, ഇളമാൻ കിടാവു പോലെ വന്നതെന്തിനാണു നീ? ഞാൻ വരുവോ പോവോ ചേട്ടെ, ശല്യപ്പെടുത്താതെ മെമ്പർ ചെല്ലേ. ശരി. അല്ല പറയട്ടെ, കുറുപ്പ് ഒരു ജനകീയ MP ആയതുകൊണ്ട് വരുന്നവരെല്ലാം സ്വീകരിക്കാൻ പോയി. അല്ല, അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. പോട്ടെ, ഞാൻ സാക്ഷിയാണെന്ന്, ഞാനത് ദൃക്സാക്ഷിയാണ്. കാരണം എന്നെയും കുറിപ്പ് സ്വീകരിച്ച് മുമ്പ് കൊണ്ടിരുത്തിയിരുന്നു. അവിടെ വെച്ച പിന്നെ നടക്കുന്നത് എഴുതിയതാരാണു സൈനബ നിന്റെ കടമിഴിക്കൂണിലെ കവിത? ഇങ്ങനെ പണി ചെയ്യാനും സമ്മതിക്കില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഒരൊറ്റ കാര്യം, ഈ ടൈംസ് ഓഫ് ഇന്ത്യയില് മുൻപിൽ ഫ്രണ്ട് പേജിൽ ഒരു പത്രം, ഒരു പടം വന്നു. ടൈംസ് ഓഫ് ഇന്ത്യ. അത് ഈ അവിടെ ഞാൻ എന്റെ പടം ഭാഗ്യത്തിനകത്തില്ല, ഞാൻ മാറിയിരിക്കുകയാണ്. അവിടെ പീതാംബരക്കുറുപ്പ് ഇവരെ സ്വീകരിക്കുന്നു, ക്ഷണിക്കുന്നു പ്രസംഗിക്കാൻ. തൊട്ടടുത്ത് ഈ സിനിമാ താരം അവർ പീതാംബരക്കുറുപ്പിനെ ആരാധനയോടുകൂടി, ബഹുമാനത്തോടുകൂടി, അഭിനന്ദനത്തോടുകൂടി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പീഡിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണോ ചെയ്യുമോ? ഏതെങ്കിലും പീഡനം നടത്തിയിട്ട് ഇങ്ങനെ ആരാധനയോടുകൂടി നോക്കുക, അഭിനന്ദനത്തോടുകൂടി നോക്കുക. ഒരു പുളിപ്പങ്കലും കാണുന്നില്ല നമുക്ക്, ഒരു എതിർപ്പങ്കലും കാണുന്നില്ല നമുക്ക്. ഒരൊറ്റ പടം മതി. കുറുപ്പ് കണ്ടില്ല, കുറുപ്പ് മൈക്ക് വെച്ച് വളരെ എനിക്ക് വലിയ സങ്കടം തോന്നി. അതല്ല MP സാർ എന്താ പറയാ, മീഡിയന്റെ മുമ്പിൽ എന്താ പറയാ, എനിക്ക് കറക്റ്റായിട്ട് വാക്കുകൾ ഓർമ്മയില്ല, പക്ഷെ സ്പർശനത്തിലും ദൃശ്യത്തിലും ഞാൻ ആ കുട്ടീനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പൊറുക്കണം, മാപ്പ് 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 എന്ന് പറഞ്ഞ വാക്കുകളാണ് എൻ്റെ അച്ഛൻ കേട്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. ഈ പരിപാടി കഴിഞ്ഞു, തിരിച്ചു വീട്ടിൽ വന്നു. നേരത്തെ ഞാൻ പോന്നു. ചാനൽ കണ്ടപ്പോഴത്തേക്ക് ആദ്യം വാർത്ത എഴുതി കാണിച്ചു. ഏതാണ്ട് എല്ലാം വിട്ടുപോകും. കവിതയോ ശരിതയോ ശ്രോതയോ ഒക്കെ ആണല്ലോ, ഏതാണ് വിട്ടുപോയി. അപ്പൊ എഴുതി കാണിക്കും. സദ്യ ആയപ്പോൾ എഴുതി കാണിക്കുന്നു അവരെ പീഡിപ്പിച്ചു. ആരെന്നില്ല. രാത്രി 11 മണിയായപ്പോൾ എഴുതി കാണിക്കുന്നു പീതാംബരക്കുറുപ്പാണ്. 11 മണിയായപ്പോൾ നമ്മുടെ നേതാക്കന്മാര് പറയുന്നു കുറുപ്പ് അങ്ങനെ ചെയ്താ മോശമായി പോയി. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല തൂപ്പുകാരി, തട്ടം പിടിച്ച് വാലിക്കല്ലേ മൈലാഞ്ചി ചെടിയേ മൈലാഞ്ചി. ഞാൻ നമ്മുടെ പാർട്ടിക്കകത്ത് വന്നിരിക്കുന്ന ഒരു ധാർമ്മികമായ മൂല്യച്യുതി ഞാൻ പറഞ്ഞു. കൂടുതൽ ഞാൻ പറയുന്നില്ല. യാതൊരു കാര്യമില്ലാതെ ഈ വൈകുന്നേരം TV-കാരൻ വിളിച്ചാൽ എന്തെങ്കിലും നേതാക്കന്മാരെ പേരിടുമെന്ന് ഞാൻ പറയുന്നില്ല. കുറുപ്പ് അക്കരക്കാരനാണെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല ഒരു നേതാവ്. ഈ കുറുപ്പ് അങ്ങനെ ചെയ്തോ എന്ന് വേറെ നേതാവ്. അങ്ങനെ ചെയ്തെങ്കിൽ മാർക്സിസ്റ്റുകാരല്ല, കോൺഗ്രസ്സുകാരല്ല. അപ്പൊ അവര് ഈ വിരിക്കുന്ന വലയില് പിന്നെ ഒരു തിക്കിലും തിരക്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാവും. അത് മാന്യതയും മര്യാദയും അതേപോലെ ഇത്തരം കാര്യങ്ങളിൽ മറ്റ് പൊതുജനങ്ങളുടെ മുമ്പിൽ അറിയിച്ചാൽ ഉണ്ടാകുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭയഭക്തിയുള്ള സ്ത്രീകളാരും ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ എവിടെയെങ്കിലും വെച്ചൊന്ന് മനഃപൂർവ്വമല്ലാത്ത ഒരു ഇത് സംഭവിച്ചാൽ അവർ പരാമർശിക്കില്ല. ചുരുക്കം പറഞ്ഞാല് വളരെ ദുഃഖം തോന്നിയത്. അടുത്ത കൊല്ലം സീറ്റാണ് കാര്യമെങ്കിൽ പീതാംബരക്കുറുപ്പ് വേണോ വേണ്ടതൊക്കെ വേറെ ആൾ തീരുമാനിച്ചു. അത് ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്, പിന്നെ പാർലമെന്ററി ബോർഡുണ്ട്, നമ്മൾ ആരും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന എല്ലാം പല മെഷീനറിയൊക്കെ ഉണ്ട്. അത് ഇപ്പോഴേ ഇവിടെ പറയേണ്ട കാര്യമില്ല. ഇപ്പം ഇവിടെ കറങ്ങിയിടന്ന് അതിന് വിലയിക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയെങ്കിലും കുറുപ്പിനെ ഒന്ന് മാറ്റി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും എങ്ങനെയെങ്കിലും കുറുപ്പിനെ ഒന്ന് തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന LDF ആളും മറ്റ്
പല അജണ്ടയുള്ള ആളുകളും കൂടി ചേർന്ന് ഒരു ഇത് കിട്ടിയപ്പോഴത്തേക്ക് ചാടി എഴുതിയിരിക്കുന്ന കാര്യം ദുഃഖത്തോടുകൂടി ഈ വയസ്സുകാലത്ത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അതും ഞാൻ പറയേണ്ട കാര്യം. ഇപ്പൊ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. പാർട്ടിക്കാർക്ക് പക്ഷേ ഇതൊന്നും ബോധ്യമാവുകയില്ല. അവർക്കും എക്സ്പീരിയൻസ് കൂടുതലുള്ളതുകൊണ്ട് ഗ്രൂപ്പ് കളിക്കാൻ കിട്ടിയാൽ കളിച്ചുകൊണ്ടേയിരിക്കും. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിക്ക് പറയാനുള്ളത്. അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്ന് അച്ചായൻ പറഞ്ഞത്. So everybody is ready to support. ഇതാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്.